Then അടുത്ത ഡെഫിനിഷനാണ് ലെറ്റ് എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് ബി എ ബൂളിയൻ ഓൾജിബ്ര ദെൻ ദി മിനിമൽ എലമെൻറ്റ് ഓഫ് എക്സ് മൈനസ് സീറോ ഈസ് കോൾഡ് ആൻ ആറ്റം ഓഫ് എക്സ്. ഇനി പറയുന്നത് ആറ്റത്തിൻ്റെ ഡെഫിനിഷനാണ്. ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് എന്ന് പറഞ്ഞാൽ ബൂളിയൻ ഓൾജിബ്രയാണ്. ബൂളിയൻ ഓൾജിബ്ര പറഞ്ഞാൽ B1 B2 B3 B4 എന്ന് പറഞ്ഞാൽ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആറ്റം എന്ന് പറയണമെങ്കിൽ ആ എക്സ് ബൂളിയൻ ഓൾജിബ്രയിലെ ഒരു ആറ്റം എന്ന് പറയണമെങ്കിൽ എക്സ് മൈനസ് സീറോയിലെ മിനിമൽ എലമെൻറ്റ്. എക്സ് മൈനസ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് സീറോ ഇൻക്ലൂഡ് ചെയ്യില്ല. എക്സ് സീറോ അല്ലാതെ വരുന്ന മിനിമൽ എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ആറ്റം എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ ഇഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എസ് പവർ സെറ്റ് ഓഫ് എസ് ആണ്. ദെൻ വി നോ എപ്പോഴും ബൂളിയൻ ഓൾജിബ്ര പവർ സെറ്റിൽ ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ്, എക്സ് യൂണിയൻ ഇൻ്റർസെക്ഷൻ ഡോട്ട് കോംപ്ലിമെൻറ്റ് വെച്ചിട്ടാണ്. ഇസ് എ ബൂളിയൻ ഓൾജിബ്ര വിത്ത് അഡിറ്റീവ് ഐഡൻറ്റി യൂണിയൻ ഈസ് എം ടി. അഡിറ്റീവ് ഐഡൻറ്റി എം ടി ആണ്. അതേപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റി പറഞ്ഞാൽ എസ് ആണ് വരിക. ഓക്കെ, ദെൻ ദി ആറ്റം ഓഫ് ദിസ് ബൂളിയൻ ഓൾജിബ്ര ആർ സെറ്റ് എ എലമെൻറ്റ് ഓഫ് എസ്. അതായത് ആ ഒരു ബൂളിയൻ ഓൾജിബ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പവർ സെറ്റാണ് എടുത്തിരിക്കുന്നത്. ആ പവർ സെറ്റ് നിങ്ങൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും ചെറിയ എലമെൻറ്റ്, ഏറ്റവും മിനിമൽ ആയിട്ടുള്ള എലമെൻറ്റ് ഏതാ വരിക, എം ടി സെറ്റാണ് വരിക. പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, എം ടി ഒഴിവാക്കിയിട്ട് മിനിമൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏത് വരും, സിംഗിൾട്ടൺ സെറ്റ് എ അല്ലെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ് ബി, സിംഗിൾട്ടൺ സെറ്റ് സി ഒക്കെ അതൊക്കെയാണ് എന്ത് വരിക, ആറ്റംസ് ആയിട്ട് വരിക. ഓക്കെ, then next proposition ആണ് let x plus dot dash be a finite boolean algebra. First one, every non-zero element of x contains at least one atom. ഏത് നോൺ സീറോ, എല്ലാ നോൺ സീറോ എലമെൻറ്റ് എക്സ് എടുത്താലും എക്സിലെ എല്ലാ നോൺ സീറോ എലമെൻറ്റ്സിലും അറ്റ്ലീസ്റ്റ് ഒരു ആറ്റമെങ്കിലും കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതാണ്. ഒരു ആറ്റം എന്തായാലും ഉണ്ടാവും, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം, മിനിമം ഒരു ആറ്റമെങ്കിലും എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ്, എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എക്സിലുള്ള ഒരു എലമെൻ്റ് ആണ്. ആൻഡ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ. എക്സ് ഒരിക്കലും സീറോ ആവില്ല. ദെൻ എയ്തർ എക്സ് ഇറ്റ് സെൽഫ് ഈസ് ആൻ ആറ്റം. എക്സ് എന്തായാലും എന്തായിരിക്കും, അതൊരു ആറ്റം ആവും. ഓക്കെ, എക്സ് സീറോ അല്ലെങ്കിൽ എന്തായാലും അതെന്താവും, ആറ്റവും. കാരണം എക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമൽ എലമെൻറ്റ് ഓഫ് എക്സ് മൈനസ് സീറോ ആണ്. സീറോനെ ഒഴിവാക്കിയിട്ടുള്ള മിനിമൽ എലമെൻ്റ് ആണ്. അപ്പോൾ സീറോനെ ഒഴിവാക്കിയ സ്ഥിതിക്ക് അതെന്തായാലും എക്സ് എന്താവില്ല, സീറോ ആവില്ല. ഓർ ദർ ഈസ് സം x1 എലമെൻറ്റ് ഓഫ് എക്സ്. നമ്മൾ x1 എടുക്കാം. x1 എന്ന് പറഞ്ഞത് x1 നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, x1 ഈസ് ലെസ് ദാൻ എക്സ് എന്ന് പറയാം. ഓക്കെ, x1 പറഞ്ഞാൽ എക്സിനേക്കാളും ചെറുതാണ്. ഇഫ് x1 ഈസ് ആൻ ആറ്റം വി ആർ ഡൺ. അപ്പോൾ x1 ആറ്റം ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതർവൈസ് ദർ ഈസ് x2 എലമെൻറ്റ് ഓഫ് എക്സ്. അതല്ല എന്ന് വിചാരിക്കുക, x1 ആറ്റം അല്ലെങ്കിൽ നമുക്ക് വേറൊരു x2 എലമെൻറ്റ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ x2 ഈസ് നോട്ട് ഈക്വൽ ടു സീറോ, ദെൻ x2 ലെസ് ദാൻ x1. x2 എന്ന് പറഞ്ഞത് x1നേക്കാളും ചെറുതായിരിക്കും. x2 ഈസ് ലെസ് ദാൻ x1. ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഫൈനൈറ്റ് സെറ്റ് വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കും. കാരണം എന്താ വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ബൂളിയൻ ഓൾജിബ്ര ഡിഫൈൻ ചെയ്യുമ്പോൾ എക്സ് ഈസ് എ നോൺ എം ടി ഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആറ്റം എടുക്കുക. ആൻഡ് ആറ്റം എക്സ് എൻ ഈസ് നോട്ട് ഈക്വൽ ടു സീറോ, ദെൻ എക്സ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എക്സിനേക്കാളും ചെറിയ എലമെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് എവരി നോൺ സീറോ എലമെൻറ്റ് ആസ് കണ്ടെയ്ൻസ് ആൻ ആറ്റം. എല്ലാ നോൺ സീറോ എലമെൻറ്റ്സിലും എന്തായിരിക്കും, ആറ്റം കണ്ടെയ്ൻ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊരു എക്സ് എൻ അല്ലെങ്കിൽ x1 x2 x3 എടുത്താലും അത് എക്സിനേക്കാളും ചെറുതാവാൻ കാരണം നമ്മൾ എക്സ് ആറ്റം അല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എക്സ് ആറ്റം അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ എലമെൻറ്റ് x1 ഉണ്ടാവും. x1 ആറ്റം അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ എലമെൻറ്റ് x2 ഉണ്ടാവും. അതിന് x2 ആറ്റം അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ എലമെൻറ്റ് എവിടെ ഉണ്ടാവും, x3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എക്സ് എന്നിലേക്ക് വന്നത്. അപ്പോൾ ഏതൊരു നോൺ സീറോ എലമെൻറ്റ് എടുത്താലും അതിൽ അതൊരു ആറ്റം ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് അതിൽ ഒരു ആറ്റമെങ്കിലും ഉണ്ടായിരിക്കും. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ എവരി ടു ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് ഓഫ് എക്സ് ആർ മ്യൂച്വലി ഡിസ്റ്റോയിൻറ്റ്. ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് എടുത്താലും അവ അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതാണ് മ്യൂച്വലി ഡിസ്റ്റോയിൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇപ്പോൾ നമ്മൾ എക്സ് വൈ എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റം എടുത്തു, അതിൻ്റെ എക്സ് ഡോട്ട് വൈ എന്തായിരിക്കും, സീറോ ആയിരിക്കും. സോ എക്സ് ആൻഡ് വൈ ആർ മ്യൂച്വലി ഡിസ്റ്റോയിൻറ്റ് എന്ന് പറയാം. ഓക്കെ, അത് എം ടി സെറ്റ് വരില്ല. സോ നമ്മൾ ടു എലമെൻറ്റ്സ് ഓഫ് എക്സ്, ടു എലമെൻറ്റ്സ് എക്സ് ആൻഡ് വൈ ഓഫ് ബൂളിയൻ ഓൾജിബ്ര x plus dot dash are disjoint if x dot y equal to 0 or x intersection y equal to empty. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പവർ സെറ്റിലെ ഡെഫിനിഷനാണ്. ഇത് നമ്മുടെ ബൂളിയൻ ഓൾജിബ്ര സാധാ ഡെഫിനിഷനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു രണ്ട് എലമെൻറ്റ്സ്, ഒരു ബൂളിയൻ ഓൾജിബ്ര രണ്ട് എലമെൻറ്റ്സ് ഡിസ്റ്റോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എ ബി എന്ന് പറഞ്ഞ രണ്ട് ആറ്റം എടുത്തു. വി ഹാവ് ടു പ്രൂവ് ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഈ എയും ബിയും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ദെൻ എ ഡോട്ട് ബി ഈക്വൽ ടു സീറോ. എയും ബിയും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ എ ഡോട്ട് ബി സീറോ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി ദെൻ എ ബി ഈക്വൽ ടു സീറോ. ഫോർ പ്രൂവിങ് ദിസ് ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ഇഫ് എ ബി
നോട്ട് ഈക്വൽ ടു 0 ദെൻ എ ഈക്വൽ ടു ബി. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എ നോട്ട് ഈക്വൽ ടു ബി ആണ്. അതായത് എയും ബിയും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ എ ബി ഈക്വൽ ടു 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ എന്താ പ്രൂവ് ചെയ്യുന്നത്? കോൺട്രഡിക്ഷൻ ആണ് പ്രൂവ് ചെയ്യുന്നത്. കോൺട്രഡിക്ഷൻ അല്ല, കോൺട്രാ പോസിറ്റീവ്. അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോണത് എ ഈക്വൽ ടു ബി ആണെങ്കിൽ, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്നാട്ടോ. അതായത് എ ഡോട്ട് ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, പ്രൊഡക്റ്റ് നോൺ 0 ആണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എ ഈക്വൽ ടു ബി എന്നാണ്. പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ് കോൺട്രാപോസിറ്റീവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. സോ നമ്മൾ അങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. വി അസ്യൂം എ ഡോട്ട് ബി നോട്ട് ഈക്വൽ ടു 0. എ ഡോട്ട് ബി എന്ന് പറഞ്ഞത് 0 അല്ല എന്ന് വിചാരിക്കാം. ദെൻ ബൈ 1 ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു ആറ്റം എന്തായാലും ആ എ ഡോട്ട് ബിയിൽ ഉണ്ടായിരിക്കും. ദർ എക്സിസ്റ്റ് ആൻ ആറ്റം സി സച്ച് ദാറ്റ്, ആ സി എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഈ എ ഡോട്ട് ബിനേക്കാളും ചെറുതായി. എന്ത് പറഞ്ഞു? എ ഡോട്ട് ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ ബൈ 1 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് ആൻ ആറ്റം സി സച്ച് ദാറ്റ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഡോട്ട് ബി ആണെന്ന് പറയാം. ഇനി നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ എ ബി ഡോട്ട് എ ഡാഷ് നിർത്തും. എ ബി ഡോട്ട് എ ഡാഷ് നമ്മൾ എടുത്തിട്ട് അതായത് എ ബിനെ ഒരു എ ഡാഷ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി എ ഡാഷ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, കാരണം ബൂളിയൻ ആൾജിബ്രയാണ്. സോ എ ഡാഷ് ബി ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, 0 ഇൻറ്റു ബി, സോ 0 എന്ന് വരും. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ഡോട്ട് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് എഴുതാം. എ ഡോട്ട് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അത് കാരണം എന്താ വെച്ചാൽ എക്സ് ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്നില്ലേ? ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് എഴുതാം. സോ സിമിലർലി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്ന് എഴുതാം. സോ ഇവിടെ ഇപ്പം നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. സോ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഡോട്ട് ബി ആണെന്നും, എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെന്നും, എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്നും കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈക്വാലിറ്റി 3 യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്, അതേപോലെ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്നും കിട്ടി. ഓക്കെ, സിൻസ് എ ബി സി ആർ ആറ്റംസ് 3 ആറ്റംസ് ആണ്, ദെർഫോർ നമുക്ക് സിയും ബിയും എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സി ഈക്വൽ ടു എ ആൻഡ് സി ഈക്വൽ ടു ബി, ദെർഫോർ എ ഈക്വൽ ടു ബി എന്ന് പറയാം. നമ്മളെന്ത് പ്രൂവ് ചെയ്തു? എ ഡോട്ട് ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇവിടെ ഇഫ് എ നോട്ട് ബി നോട്ട് ഈക്വൽ ടു 0, എ ഡോട്ട് ബി നോട്ട് ഈക്വൽ ടു 0 ദെൻ എ ഈക്വൽ ടു ബി എന്നാണ് കേട്ടോ. ഇവിടെ എ ഈക്വൽ ടു ബി എന്നുണ്ട്. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് ഫോർ 2 ആറ്റംസ് എ ആൻഡ് ബി, എ ഡോട്ട് ബി നോട്ട് ഈക്വൽ ടു 0, എ ഈക്വൽ ടു ബി നമുക്ക് കിട്ടി. ദെൻ കോൺട്രാപോസിറ്റീവ് എടുക്കുമ്പോൾ എ നോട്ട് ഈക്വൽ ടു ബി വിച്ച് ഇംപ്ലൈസ് എ ഡോട്ട് ബി നോ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് ആർ ഡിസ്ജോയിൻറ്റ്. ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസ് എന്താണ്? ഡിസ്ജോയിൻറ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പ്രൊപ്പോസിഷനിലുള്ള. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.